നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ FC ബാഴ്സലോണയ്ക്ക് വിജയം. 1-2 ഗോളുകൾക്കാണ് അവർ ന്യൂകാസിൽ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയത്. ബാഴ്സക്കായി UCL തന്റെ ആദ്യ ഗോളുകൾ കണ്ടെത്തിയിരിക്കുകയാണ് റാഷ്ഫോർഡ്. അദ്ദേഹത്തിന്റെ ബ്രേസാണ് ബാഴ്സയെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. മറുഭാഗത്ത് ഗോർഡനാണ് ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ആശ്വാസ ഗോൾ അവസാന ഘട്ടത്തിൽ കണ്ടെത്തിയത്. ന്യൂകാസിലിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ FC ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് റോബർട്ട് ലെവൻഡോസ്കി, റാഷ്ഫോർഡ്, ഫെർമിൻ ലോപ്പസ്, റാഫിഞ്ഞ എന്നിവരെ ഒരുമിച്ചാണ് അണിനിരത്. ലാമിൻ യമാൽ പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്താണ്. മറുഭാഗത്തെ ലാംഗയും ഗോർഡനും ബാർണസും ഒക്കെ ചേർന്നുകൊണ്ടാണ് ന്യൂകാസിൽ യുണൈറ്റഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ആദ്യ പകുതിയിലും അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഗോളാക്കി മാറ്റാൻ ഇരു ടീമുകൾക്കും കഴിഞ്ഞില്ല. രണ്ടാം പകുതിയിലാണ് പിന്നീട് 3 ഗോളുകളും പിറന്നത്. കളിയുടെ 58-ാമത്തെ മിനിറ്റിലാണ് റാഷ്ഫോർഡ് തൻ്റെ ആദ്യ ഗോൾ കണ്ടെത്തുന്നത്. എന്തൊരു ആവേശവും സന്തോഷവുമായിരുന്നു ഓരോ ബാഴ്സ താരത്തിനും അദ്ദേഹത്തിൻ്റെ ആ ഗോൾ കണ്ടപ്പോൾ. അവരൊക്കെ കൊതിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വക ഒരു ഗോൾ പിറക്കാൻ വേണ്ടി. കൂണ്ടയുടെ അസിസ്റ്റിൽ നിന്ന് റാഷ്ഫോർഡ് 58-ാമത്തെ മിനിറ്റിൽ ബാഴ്സയെ മുന്നിലെത്തിച്ചു. തുടർന്ന് 67-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം തൻ്റെ രണ്ടാമത്തെ ഗോളും കണ്ടെത്തിയതോടെ ബാഴ്സ വിജയം ഉറപ്പാക്കിയിരുന്നു. കളിയുടെ അവസാന ഘട്ടത്തിൽ ഗോർഡനിലൂടെ ഒരു ഗോളും മടക്കി ആന്റണി ഗോർഡൻ 2-1 എന്ന രൂപത്തിലേക്ക് സ്കോർ ലൈൻ മാറ്റി. പക്ഷേ ബാഴ്സ ന്യൂകാസിൽ യുണൈറ്റഡിനെ തോൽപ്പിച്ചുകൊണ്ട് 3 പോയിന്റുമായിട്ട് മടങ്ങുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.